ഹായ് സ്റ്റുഡൻസ്, MBA ഫസ്റ്റ് സെമസ്റ്റർ എൻവറോൺമെൻറ്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റിയിലെ നമ്മൾ മൊഡ്യൂൾ 1 പാർട്ട് 3 ആണ്. അപ്പോൾ എന്താണ് ഫുഡ് ചെയിൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ എക്കോസിസ്റ്റത്തിൽ പറഞ്ഞ സെയിം പോയിന്റ്സ് തന്നെയാണ് വരുന്നത്. ഫുഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്, അതായത് ഒരു ഓർഗാനിസത്തിൽ നിന്നും മറ്റൊരു ഓർഗാനിസത്തിലോട്ട് എന്താണ് ആ ഒരു എനർജി കൺവേർട്ട് ചെയ്യണം. അതായത് ഇപ്പോൾ ഇവിടെ എന്താ ഫസ്റ്റ്, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് സണ്ണിൻ്റെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അവരാണ് എല്ലാ ഓട്ടോട്രോപ്സും. അതുപോലെ തന്നെ ഹെറ്ററോട്രോപ്സ് അറിയുമ്പോൾ കൺസ്യൂമേഴ്സ്, അവർക്ക് എന്താണ് സ്വയം ആ ഒരു ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസേഴ്സിനെ ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ വേറെ വല്ല അതർ ഓർഗാനിസംസിനെ ഭക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് പ്രൊഡ്യൂസേഴ്സ് എന്താണ് ഈ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ്, സൺലൈറ്റിൻ്റെ ഒക്കെ എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നിന്നും മറ്റൊരു കാറ്റഗറിയിലേക്ക്, അതായത് പ്രൊഡ്യൂസേഴ്സിന് മറ്റൊരു കാറ്റഗറി ഭക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് എത്രത്തോളം എനർജി യൂസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു ഭക്ഷണം ഉണ്ടാക്കിയത്, അതിൻ്റെ 10% എനർജി മാത്രമേ മറ്റൊരാളിലേക്ക് പാസ് ചെയ്യുള്ളൂ. ഫുൾ എനർജി പാസ് ചെയ്യൂല, വളരെ കുറച്ച് എമൗണ്ട് ഓഫ് എനർജി മാത്രമേ പാസ് ചെയ്യുള്ളൂ. അത് പിന്നെ ഈ കൺസ്യൂമേഴ്സിന് പിന്നെ വേറെ ഡീകമ്പോസേഴ്സ് ഇവരൊക്കെ വീണ്ടും ഭക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അതിൻ്റെ എനർജി ലെവൽ കുറയുള്ളൂ. അപ്പോൾ അതാണ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫുഡ് ചെയിനിലെ എല്ലാ ലെവലിലും എവറി ലെവൽ നോൺ ആസ് ട്രോഫിക് ലെവൽ എന്നാണ് പറയുന്നത്. അതിൻ്റെ ചെയിൻ എങ്ങനെയാണ് വരുന്നത്, ഫസ്റ്റ് സണ്ണിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ് ഫുഡ് ഉണ്ടാക്കുന്നു. പിന്നെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാ ഓട്ടോട്രോപ്സാണ്. അവർ സസ്യങ്ങളായിരിക്കും. അവരെന്താണ് ചെയ്യുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഒറ്റ കണ്ടെത്തുന്നു. അപ്പോൾ അതിൽ കൺസ്യൂമേഴ്സ് പറയുമ്പോൾ അവർക്ക് ഹെറ്ററോട്രോപ്സാണ്. ഫുഡ് ഉണ്ടാക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് തന്നെ അവർ മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനാണ് അവർ ഭക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓർഗാനിസംസിന്. പിന്നെ അത് എന്ത് ചെയ്യുന്നു, പ്രൈമറി, സെക്കൻഡറി, ടെറിറ്ററി, പിന്നെ ക്വാർട്ടറി ആയിക്കൊണ്ട് അങ്ങനെ പോകുന്നു. പിന്നെ ലാസ്റ്റ് വണ്ണിലോട്ട് ഡീകമ്പോസേഴ്സ്, അതായത് അത് ഫംഗസ്, ആൽഗി അങ്ങനത്തെ ഓരോന്ന് കണ്ട് അതിനെ ഡെഡായിട്ടുള്ളതിനെ ഡ്രെഡ് ചെയ്യാണ്. അതാണ് എന്തെന്ന് പറയുന്നത്. അപ്പോൾ ഫുഡ് ചെയിനിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. ഫുഡ് വെബ് എന്ന് പറയുമ്പോൾ സെവറൽ ഇന്റർ കണക്റ്റഡ് ഫ്രം ഫുഡ് ചെയിൻ, അതായത് ഫുഡ് ചെയിനിൽ നിന്നും പലതും ഇന്റർ കണക്റ്റ് ആവണതിനാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്താണ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൽ എന്താണ് ഈ കൺസ്യൂമേഴ്സ് പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു ഗ്രാസ് ലാൻഡിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ എന്താണ്, അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്രാസ് ലാൻഡ് ആയിരിക്കും. അപ്പോൾ അവിടുത്തെ ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് ആരാണ്, ഈ ഒരു ഗ്രാസ് ഹോപ്പർ ആണ്. അപ്പോൾ അതാണ് പ്രൈമറി കൺസ്യൂമർ. കൺസ്യൂമേഴ്സിൽ ഫസ്റ്റ് പ്രൈമറി കൺസ്യൂമർ ഗ്രാസ് ഹോപ്പർ ആണ്. അപ്പോൾ അതിൽ സെക്കൻഡറി എന്ന് പറയുന്നത് എന്താണ്, ഈ ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ആളാണ് സെക്കൻഡറി. പിന്നെ അത് വേറെ കാറ്റഗറി, അതായത് ഒരൊറ്റ ഫുഡ് ചെയിനിൽ തന്നെ മറ്റുള്ള പല ഇതിലോട്ടും കണക്റ്റ് ആവണം. ഇപ്പോൾ ഒരൊറ്റ ഇപ്പോൾ ഒരു സ്നേക്ക് എന്ന് പറയുന്ന ആള് പ്രൈമറി കണ്ടും സെക്കൻഡറി കണ്ടൊക്കെ കൺസ്യൂം ചെയ്യാം. അതാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. എല്ലാത്തിൽ നിന്നും അവർ കൺസ്യൂം ചെയ്യുന്നു. നെക്സ്റ്റ് 2 ടൈപ്സ് ഓഫ് ഫുഡ് ചെയിനാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഡെട്രിറ്റസ് ഫുഡ് ചെയിന്, അതായത് ഇവിടെ ഈ ചത്തിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടാവുമല്ലോ അല്ലേ, അതിനൊക്കെ എന്ത് ചെയ്യാണ്, ഭക്ഷിക്കുക. ആരാണ് ഇവിടെ ഭക്ഷിക്കുന്നത്, ഈ ഒരു ഫംഗസ്, ബാക്ടീരിയ, ഇവരൊക്കെയാണ് ഇത്തരം ഒരു ചത്തിട്ടുള്ള ഓർഗാനിസംസിനൊക്കെ ഭക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് ഡെട്രിറ്റസ് എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെ അവർ ഭക്ഷിക്കുക എന്ന് വെച്ചാൽ, അതായത് ഡെഡായിട്ടുള്ള ഓർഗാനിസംസ് മുതൽ പിന്നെ സ്മാളർ ഏറ്റവും ചെറിയ ഓർഗാനിസംസ് വരെയാണ് ഇത്തരം കാറ്റഗറി ഫുഡ് കഴിക്കാം. അപ്പോൾ ഇതാണ് ഡെട്രിറ്റസ്, അതായത് റെറ്റിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഗ്രാസിംഗ് ഫുഡ് ചെയിൻ ആണ്. ഇത് നമ്മൾ സാധാ പറഞ്ഞ പോലത്തെ ഒരു ഫുഡ് ചെയിൻ തന്നെയാണ്. ഫസ്റ്റ് എന്താണ്, അതായത് നമ്മൾ സൺലൈറ്റിൽ നിന്നും പ്രൊഡ്യൂസേഴ്സ്, അതായത് അവര് ഫുഡ് ഉണ്ടാക്കുന്നു. അത് പിന്നെ കൺസ്യൂമേഴ്സ് നിന്ന് പ്രൈമറി, സെക്കൻഡറി, ടെറിറ്ററി, ക്വാർട്ടറി അങ്ങനെ അതിങ്ങനെ തിന്നോട്ട് പോകുന്നു. പിന്നെ ഡീകമ്പോസ് ചെയ്യണോ, ആ ഒരു സ്റ്റേജിലാണ് ഗ്രാസറി. സാധാരണ നോർമൽ ഫുഡ് ചെയിൻ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഗ്രാസറി ഫുഡ് ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഫുഡ് ചെയിൻ്റെ കേസിൽ വരുന്ന ടോപ്പിക്കാണ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ബയോഡൈവേഴ്സിറ്റി. എന്താണ് ബയോഡൈവേഴ്സിറ്റി? ബയോ എന്ന് പറഞ്ഞാൽ ലൈഫാണ്, അതുപോലെ തന്നെ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ വേരിയബിൾ. അപ്പോൾ വേരിയബിൾ ലൈഫ് ഓൺ എർത്ത്, നമ്മുടെ എർത്തിൽ പല ലൈഫുകളുണ്ട് അല്ലേ, വേരിയബിൾ ലൈഫ് ഓഫ് എർത്താണ്. അതുപോലെ തന്നെ ഇവിടെ എന്താണ് പറയണത്, അതായത്
ഒരു എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് തിങ്സിൻ്റെ ഇൻട്രാക്ഷൻസ് ആണ് എങ്ങനെ മറ്റുള്ള ഓർഗാനിസംസുമായിട്ട് അവരുടെ ഒരു ഇൻട്രാക്ഷൻ ആയിരുന്നു എന്ത് എക്കോസിസ്റ്റം വിത്ത് അബയോട്ടിക് ആൻഡ് ബയോട്ടിക്കും. ഇവിടെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ അതായത് ഒരു ലൈഫിൽ ഉണ്ടാകുന്ന എല്ലാ വേരിയബിളുമാണ്. അതായത് ഇവിടെ എന്താണ്, എല്ലാ യൂണിസെല്ലുലാർ ഓർഗാനിസംസും അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അതായത് എല്ലാ ലിവിങ് തിങ്സും ആണ് എന്തെന്ന് പറയുന്നത് ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ വരുന്നത്. ഇപ്പോൾ യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഓരോ ബാക്ടീരിയ, ഫംഗസ്, ആൽബി അങ്ങനത്തെ കേസുകളാണ്. മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ പ്ലാന്റ്സ്, ആനിമൽസ് അങ്ങനെ മറ്റുള്ള എല്ലാ ജീവനുള്ള വസ്തുക്കളാണ് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്നും പറയുന്നത്. ഇവിടെ പറയുന്ന വേറൊരു ഭാഗം എന്താണെന്ന് വെച്ചാൽ ഈ ബയോഡൈവേഴ്സിറ്റിയിൽ includes number of different organisms that their relative frequencies in an ecosystem. അതായത് പല രീതിയിലോട്ടുള്ള ഒരു ഓർഗാനിസംസ്, പല സ്പീഷ്യസിലുള്ള പല രീതിക്കുള്ള ഓർഗാനിസംസ് നമ്മുടെ ഈ ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഫ്രീക്വൻസി, എക്കോസിസ്റ്റത്തിൽ അവരുടെ റിലേറ്റീവ് ഫ്രീക്വൻസീസും ഇവിടെ ഇൻക്ലൂഡ് ആണ്. ഇതാണ് എന്ത് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡൈവേഴ്സിറ്റി ആണ്. ഫസ്റ്റ് വൺ സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഇവിടെ സ്പീഷ്യസ് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ പല രീതിയിലോട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഇവിടെ ഉണ്ട്. അതായത് ഇന്ന കാറ്റഗറിയിലുള്ള സ്പീഷ്യസ് അങ്ങനെ മാത്രമല്ല, അവിടെ എല്ലാ രീതിക്കുള്ള പ്ലാന്റ്സ് ആയിക്കോട്ടെ, ആനിമൽസ് ആയിക്കോട്ടെ, ഹ്യൂമൺ ആയിക്കോട്ടെ, എല്ലാ രീതിയിലുള്ള ലിവിങ് ഓർഗാനിസംസും ഇവിടെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ എല്ലാ ജീവജാലങ്ങളും, പ്ലാന്റ്സ്, ആനിമൽസ് എല്ലാം ഇവിടെ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ്റെ എക്കോസിസ്റ്റം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത്. രണ്ടാമത് ജനറ്റിക് ഡൈവേഴ്സിറ്റി. ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഭൂമിയിൽ, അതായത് ഒരൊറ്റ കാറ്റഗറിയിൽ ഡിഫറെൻറ്റ് സ്പീഷീസിനെ നമ്മൾ എടുക്കുക. അതായത് ചില പെർട്ടിക്കുലർ ഏരിയയിൽ ഇപ്പോൾ ഒരു ഡോഗ് ആണെന്നുണ്ടെങ്കിൽ ആ ഡോഗിനെ തന്നെ പല പല കാറ്റഗറി ഉണ്ടാവും അല്ലേ. ഇപ്പോൾ എന്താ പറയുക, പഗ്, അങ്ങനത്തെ പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡോഗ്സ് ഉണ്ട്. ഐ മീൻ പേരിലൊരു ഡോഗാണ്, എന്നാൽ പല സ്പീഷീസ് ഡോഗുകളുണ്ട്, പല ബ്രീഡ് ഓഫ് ഡോഗുകളുണ്ട്. അപ്പോൾ ഇവരെന്താണ്, ഒരൊറ്റ ഇൻഡിവിജ്വലിനെ തന്നെ എന്താവും കുറേ സ്പീഷീസ് ആയിക്കാണ്ട് എടുക്കാം. അതാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. തേർഡ് വൺ എക്കോളജിക്കൽ ഓർ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു എർത്ത് എന്ന് പറഞ്ഞ ഈ ഒരു എർത്തിൽ കുറേ എന്താണ് റീജിയൻസിൽ പല സംഭവങ്ങളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്കോസിസ്റ്റം ആയിക്കാണ്ട് പലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതിന് എക്സാമ്പിൾ പറയുന്നത് ഇങ്ങനത്തെ ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, വെറ്റ് ലാൻഡ്സ്, ഇങ്ങനത്തെ പല കാര്യങ്ങളും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി ഉള്ളത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ക്ലൈമറ്റിനെ അതേപോലെ നിലനിർത്താനും വെള്ളത്തിൻ്റെ കേസിലും ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ഇതാണ് 3 ടൈപ്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി പറയുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ഒന്നാമത്തത് മെയിൻറ്റെയിൻ എക്കോളജിക്കൽ ബാലൻസ്. അതായത് നമ്മുടെ ഈ ലോകത്ത് കുറേ ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇവരൊക്കെ എന്താണ്, ഇവരൊക്കെ ഓരോന്നിനും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഓരോ ഫുഡിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഓരോ സസ്യങ്ങളും ഇവിടെയൊക്കെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എക്കോളജിക്കൽ ബാലൻസ് നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. കാരണം അതായത് ഈ ഒരു പ്ലാന്റ്സിൻ്റെ കയ്യിലാണ് നമുക്ക് ഓക്സിജൻ കിട്ടുന്നതും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ അടുത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്നതും. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു ഗ്യാസുകൾ തമ്മിൽ ഈക്വൽ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു എർത്തിനൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്, ഈക്വലൈസേക്കാണ് നിലനിർത്തിക്കൊണ്ട് പോകുന്നത്. രണ്ടാമത് മെയിൻറ്റെയിൻ ദ ഫുഡ് ചെയിൻ. അതായത് നമുക്ക് ഈ ഒരു ഫുഡ് ചെയിൻ അത്യാവശ്യമാണ്. കാരണം നമുക്ക് ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ചെയ്യുന്നു, അതിന് കൺസ്യൂമേഴ്സ് ഭക്ഷിക്കുന്നു, പ്രൈമറി ആയിക്കാണ്ടും സെക്കൻഡറി ആയിക്കാണ്ടും. അപ്പോൾ ഇത് ഓരോ ഒരു ചെയിൻ ആയിക്കൊണ്ട് ഭക്ഷിക്കണം. അതിൽ ഏതെങ്കിലും ഒരു ജീവി ലൈക്ക് അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ജീവി അവിടെ നിന്ന് നഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ വംശനാശമൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ഫുഡ് ചെയിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. മൂന്നാമത് പ്രൊവൈഡ് എക്കോസിസ്റ്റം സർവീസുകൾ. അതായത് നമ്മുടെ ഒരു എർത്തിൽ ഫോറസ്റ്റുകൾ, വെറ്റ് ലാൻഡ്സ്, അങ്ങനത്തെ പല രീതിക്കുള്ള എക്കോസിസ്റ്റമുകളുണ്ട്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനൊക്കെ സർവീസ് ചെയ്തുകൊണ്ട് പോവുക. അതായത് നമ്മളൊന്നും നശിപ്പിക്കാതെ നമ്മുടെ ഭൂമിയെ
ലൈക്ക് ഹെൽപ്പ് ചെയ്യുന്നു. കാരണം ഈ ഒരു ഫോറസ്റ്റുകളൊക്കെ നമ്മളെ ഭൂമിയെ എല്ലാ കാര്യങ്ങളും തടഞ്ഞു നിർത്തണം അല്ലേ. കാരണം അപ്പോൾ അതിനൊക്കെ ഒന്ന് പ്രൊവൈഡ് ചെയ്യുക, എക്കോസിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർ ദ സോഴ്സ് ഓഫ് മെഡിസിൻ ആൻഡ് സയൻറ്റിഫിക്, അതായത് നമ്മൾ ഈ ഒരു പല മെഡിസിൻസുകളൊക്കെ ആനിമൽസിൻ്റെതും അതായത് ഈ പ്ലാന്റ്സിൻ്റെ നിന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് പല മെഡിസിൻസിൻ്റെ പല ഡിസീസസിൻ്റെ മരുന്നുകളൊക്കെ പല ഹെർബ്സ് നിന്നാണ് കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും നശിപ്പിക്കാതെ നമുക്ക് ഇതൊക്കെ ഒന്ന് നമ്മളിവിടെ വെച്ച് വെക്കുക. പിന്നെ 5ാമത്തെ പ്രിസർവേഷൻ ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ, അതായത് നമ്മൾ ഫ്യൂച്ചറിലോട്ടും എന്ത് വേണം, ഈ ഒരു എക്കണോമി ഇതുപോലെ തന്നെ വേണം. അതുകൊണ്ട് ഇതൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുക, ഒന്നിനെ നശിപ്പിക്കാതെ നമ്മൾ ഫ്യൂച്ചറിലോട്ടും ഈ ഒരു ഗുണത്തോടു കൂടി നമ്മുടെ ഈ ഒരു കാര്യം വേണം എന്നുള്ളതുകൊണ്ട് ഇത് നമ്മൾ ഫ്യൂച്ചറിലോട്ടും ജനറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആണ്. അതായത് ഒരു ബയോഡൈവേഴ്സിറ്റിനെ നമ്മൾ നല്ല രീതിയിലോട്ട് കൊണ്ടുവരാനുള്ള എന്തൊക്കെ സ്ട്രാറ്റജികളാണ്. അപ്പോൾ ഒന്ന് ഫസ്റ്റ് ഇൻ സിറ്റു കോൺസർവേഷൻ, അതായത് ഓൺ സൈറ്റ് കോൺസർവേഷൻ. അതായത് ഇതൊരു മെത്തേഡാണ്. അതായത് നമ്മളുള്ള സ്പീഷ്യസുകളെ, അതായത് എല്ലാ സ്പീഷ്യസ്, ഇപ്പോൾ ആനിമൽസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്ലാന്റ്സ് ആയിക്കോട്ടെ, ഇങ്ങനത്തെ എല്ലാ സ്പീഷ്യസുകളും നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. എങ്ങനെ, ഒരു അവരുടെ നാച്ചുറൽ ഹാബിറ്ററ്റ്സ് ആയിട്ടുള്ള രീതിയിലോട്ട് അവരെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾസ് അറിയുമ്പോൾ ഇവ നമ്മൾ നാഷണൽ പാർക്കിലൊക്കെ അങ്ങനെ ഇപ്പോൾ വൈൽഡ് ആനിമൽസ് ആണെങ്കിൽ ഒരു കാറ്റഗറീനെ നമ്മൾ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ പാർക്കിലേക്ക് ഇടുന്നു. അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് അവരുടെ സേഫ്റ്റി അവൾ മുൻകരുതിക്കൊണ്ട് അവരെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസിലോട്ട് ഇടുന്നു. പിന്നെ ബയോസ്ഫിയർ റിസർവ്സ് അറിയുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഈ ബോത്ത് ആയിട്ടുള്ള ഹ്യൂമൻസിനും ആനിമൽസിനൊക്കെ ബോത്ത് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റ് കിട്ടുന്ന സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഏരിയയിലോട്ട് അവരിടുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്ട്രാറ്റജി. 2ാമത് എക്സ് സിറ്റു കോൺസർവേഷൻ, അതായത് ഓഫ് സൈറ്റ്. ഇവിടെ നമ്മൾ പറഞ്ഞത് ഔട്ടർ ആയിട്ടുള്ള ദയർ നാച്ചുറൽ ഹാബിറ്റൻസിനോട് പറയുന്നത്. മറ്റേത് നമ്മൾ എന്താണ് വെറും നാച്ചുറൽ ഹാബിറ്റേനും ഇവിടെ ഔട്ടർ നാച്ചുറൽ ഹാബിറ്റ്സ് ആയിരുന്നു. ഇവിടെ നമ്മൾ പറയുന്നത് ഇപ്പോൾ സൂ, അതുപോലെ തന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ. സൂ ആണെങ്കിൽ നമ്മൾ മൃഗങ്ങളെ അവിടെ സംരക്ഷിക്കുന്നു. പിന്നെ ബൊട്ടാണിക്കൽ ഗാർഡൻ അറിയുമ്പോൾ നമ്മൾ ഈ വെജിറ്റബിൾസിൻ്റെ അങ്ങനത്തെ. പിന്നെ നമ്മൾ സീഡ് ബാങ്ക്സ്, അതുപോലെ ജെനി ബാങ്ക്സ്. അതായത് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ ഈ വംശനാശം വരുന്ന ഓരോ കൃഷികളും സ്പീഷ്യസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതിനൊക്കെ നമ്മൾ ഓൾറെഡി പ്രിസർവ് ചെയ്ത് വെക്കുക. അപ്പോൾ വല്ല വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സീഡ് ബാങ്ക്സിലായിക്കാണ്ടും ജെന്നി ബാങ്ക്സിലേക്ക് നമ്മൾ അതിനെ പ്രിസർവ് ചെയ്ത് വെക്കാം. അങ്ങനെ നമുക്ക് നശിച്ചു പോയാലും അതിനെ വീണ്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് സെക്കൻഡ് ടൈപ്പ്. മറ്റുള്ള സ്ട്രാറ്റജികൾ ഏതൊക്കെയാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് അഫോറസ്റ്റേഷൻ, അതായത് നമ്മൾ ഫോറസ്റ്റുകളും ഇതൊക്കെ റീസ്റ്റോർ ചെയ്യുക. നമ്മൾ മാക്സിമം ട്രീസിനൊന്നും വെട്ടി നശിപ്പിക്കാതെ അത് റീസ്റ്റോർ ചെയ്യാൻ നോക്കുക. 2 ലെജിസ്ലേഷൻ, അതായത് നമ്മുടെ ഈ ലോകളൊക്കെ കുറച്ചുകൂടി എൻഫോഴ്സ് ചെയ്യുക. അതായത് ഈ വൈൽഡിൻ്റെ ലൈക്ക് മൃഗങ്ങളുമായിട്ടുള്ള ഈ ഫോറസ്റ്റിലുള്ള ലോകളൊക്കെ കുറച്ചുകൂടി എൻഫോഴ്സ് ചെയ്യിപ്പിക്കുക. അവയർനെസ് പ്രോഗ്രാം, അതായത് ഇതിനെപ്പറ്റി എന്ത് ചെയ്യാം, ഈ മനുഷ്യന്മാർക്ക് അവയർനെസ് കൊടുക്കുക. നെക്സ്റ്റ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ. ഇവിടെ പറയുന്നത് ഓരോ എൻവിറോൺമെൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരെയും എന്ത് ചെയ്യുക, ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുക. പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതായത് നമ്മുടെ ഈ ഒരു പ്രകൃതി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. അതായത് നമ്മൾ ഈ എൻവിറോൺമെൻറ്റിൽ നിന്ന് പല റിസോഴ്സുകളും എടുക്കല്ലേ, പക്ഷെ ആ റിസോഴ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ എൻവിറോൺമെൻറ്റ് നശിപ്പിക്കാത്ത രീതിയിൽ എടുപ്പിക്കണം. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ മൊഡ്യൂളിൽ ഇൻക്ലൂഡായിട്ട് മെയിനായിട്ട് വരുന്ന പോർഷൻസ്. എൻവിറോൺമെൻറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് മാക്സിമം ഔട്ട് ഓഫ് സിലബസ് നിന്നായിരിക്കും വരിക. അപ്പോൾ ഇത് മാക്സിമം കോൺസെൻട്രേറ്റ് പഠിക്കുക.